ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു കായിക പുരസ്കാരത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ICC അഥവാ ക്രിക്കറ്റിന്റെ ഔദ്യോഗിക സംഘടനയായിട്ടുള്ള ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ നൽകുന്ന കഴിഞ്ഞ വർഷത്തെ മികച്ച താരങ്ങൾക്കുള്ള മികച്ച ഓരോ ഫോർമാറ്റിലെയും, അത് 2020 ഏകദിനം, ടെസ്റ്റ്, ഇതിൽ ഓരോ ഫോർമാറ്റിലെയും മികച്ച താരങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമുണ്ട്. സോ അത് നിങ്ങളുടെ പരീക്ഷകൾ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ആ കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അവിടെ അവാർഡ്സ് നമ്മൾ ജനറലി നോക്കുമ്പോൾ ഒരുപാട് കാറ്റഗറിയിൽ അവാർഡ്സ് ഉണ്ടാവും. അസോസിയേറ്റ്, എമർജിംഗ് പ്ലെയർ, മികച്ച അമ്പയർ, ഇങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അത് എല്ലാം പഠിക്കുന്നത് നല്ലതാണ്, പക്ഷേ സ്പോർട്സുമായി ബന്ധപ്പെട്ട അത്ര അറ്റാച്ച്ഡ് അല്ലാത്തവർക്ക് ഇതെല്ലാം പഠിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാവും. സോ അവർ സെലക്റ്റീവായിട്ട് പഠിക്കുക, എന്താണ് ആവശ്യമുള്ളത് അത് മാത്രം പഠിക്കുക. അത് ഞാൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ത്യൻ താരത്തിനാണ് ഈ ഏതെങ്കിലും പുരസ്കാരം ലഭിച്ചെങ്കിൽ അത് നിങ്ങൾ പഠിക്കണം. ഒരു ഇന്ത്യൻ താരത്തിനോ അല്ലെങ്കിൽ മലയാളിക്കോ ആണ് ലഭിച്ചെങ്കിൽ, ഇന്ത്യ മീൻസ് മലയാളി, ഓക്കെ, ലഭിച്ചതെങ്കിൽ അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. എന്നാൽ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. ഓക്കെ, സോ ഞാൻ എന്തായാലും ഇത് ക്ലാസ് എടുക്കുന്ന സമയം മനസ്സിലാവും. സോ ഈ ICC അവാർഡ്സ് വളരെ പ്രധാനപ്പെട്ടാണ്, സ്പോർട്സുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അപ്പം എന്തായാലും 2024 വർഷത്തെ മികച്ച പ്ലെയേഴ്സിനെ നോക്കാം. അപ്പോൾ ക്രിക്കറ്റിന് പ്രധാനമായിട്ടും 3 ഫോർമാറ്റ് ഉണ്ട്. ഒന്ന് 2020 20 ഓവർ ക്രിക്കറ്റ്, പിന്നെ 50 ഓവർ ക്രിക്കറ്റ്, പിന്നെന്താണ് ടെസ്റ്റ് ഫോർമാറ്റ്. ഇങ്ങനെ 3 ഫോർമാറ്റ് എന്തിനുണ്ട്? ക്രിക്കറ്റിനുണ്ട്. ക്ലിയർ ആണല്ലോ? സോ ICC അവാർഡുകൾ 2024 കുറിച്ചാണ് പറയുന്നത്. അപ്പം അതിൽ 2020 ഫോർമാറ്റിൽ അർഷദീപ് സിംഗ് ആണ് മികച്ച പുരുഷ താരം. ICCയുടെ 2020 ഫോർമാറ്റിൽ ഇന്ത്യൻ ബൗളറായിട്ടുള്ള അർഷദീപ് സിംഗ് ആണ് മികച്ച താരം. അത് ഇന്ത്യൻ ബൗളർ ആയതുകൊണ്ട് നമ്മളത് ഫോക്കസ് ചെയ്ത് പഠിക്കണം, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം 2024 വർഷത്തെ 2020 ഫോർമാറ്റിലെ മികച്ച താരമാണ് അർഷദീപ് സിംഗ്. പക്ഷെ നമ്മൾ വനിതാ താരത്തെ പഠിക്കുന്നില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താണ് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. നമ്മൾ ഇന്ത്യൻ താരമോ അല്ലെങ്കിൽ ജനറലായിട്ട് ഇപ്പോൾ ICCയുടെ വനിതാ ക്രിക്കറ്റർ അമേലിയ കർ ന്യൂസിലൻഡുകാരിയാണ്, പക്ഷെ അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജനറലി, ഇത് ഞാൻ പറഞ്ഞുതരാം, ആ ഒരു അവാർഡ് എത്തുമ്പോഴേക്കും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 2020 ഫോർമാറ്റിൽ മികച്ച താരമാരാണ്? അർഷദീപ് സിംഗ് ആണ്. ഇനി 2024 ICC പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റർ. അപ്പോൾ നമ്മൾ 3 ഫോർമാറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. 2020 ഉണ്ട്, അതുപോലെ 50 ഓവർ ക്രിക്കറ്റ് ഉണ്ട്, പിന്നെ ടെസ്റ്റ് ഉണ്ട്. ഇതിൽ ടെസ്റ്റ് ഫോർമാറ്റിലെ മികച്ച പുരുഷ താരമാണ് ജസ്പ്രീത് ബുംറ. ക്ലിയർ ആണല്ലോ? അതുപോലെ 2024 ICC പുരുഷ ഏകദിന ക്രിക്കറ്റർ ആരാണ്? അസ്മത്തുള്ള ഒമർസായി ആണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് ഇന്ത്യക്കാരനല്ല, അത് അഫ്ഗാനിസ്ഥാൻ താരമാണ്. പിന്നെ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇന്ത്യൻ താരമാണെങ്കിൽ മാത്രം പഠിച്ചാൽ മതി, അല്ലാതെ നിങ്ങൾ അത്ര ഫോക്കസ് ചെയ്യണ്ട, അല്ലേ? അതായത് ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് അത്ര അറ്റാച്ച് ഇല്ലാത്ത ആൾക്കാർ ഈ ഇന്ത്യക്കാരെ മാത്രം പഠിച്ചാൽ മതി ഞാൻ പറഞ്ഞാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഈ പോയിന്റ് പഠിക്കുന്നത്? ആദ്യമായിട്ടാണ് ഒരു അഫ്ഗാനിസ്ഥാൻ താരത്തിന് ഈ 50 ഓവർ ക്രിക്കറ്റിലെ മികച്ച ക്രിക്കറ്റർക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത്. സോ അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അസ്മത്തുള്ള ഒമർസായി. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു അഫ്ഗാനിസ്ഥാൻ താരത്തിന് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ICC വനിതാ ഏകദിന ക്രിക്കറ്റർ അതാരാണ്? സ്മൃതി മന്ദാനയാണ്. ICC വനിതാ ഏകദിന ക്രിക്കറ്റർ ആരാണ്? സ്മൃതി മന്ദാന. അപ്പോൾ ഇത് വനിതയാണ്, ഇത് പുരുഷന്മാരാണ് കേട്ടോ. അസ്മത്തുള്ള ഒമർസായി ആണ് പുരുഷന്മാരിൽ, വനിതകളിൽ സ്മൃതി മന്ദാനയാണ്. അപ്പം സ്മൃതി മന്ദാന എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വനിതാ ടീമിന്റെ ബാറ്ററാണ്. സോ അത് ഇന്ത്യൻ താരമായതുകൊണ്ട് പഠിക്കണം. ഇനി നമ്മൾ പറഞ്ഞു 3 ഫോർമാറ്റ് ആണ് ആക്ച്വലി ക്രിക്കറ്റിനുള്ളത്. 2020, 50 ഓവർ, ടെസ്റ്റ്. ഇതാണ് ജനറലി ആ ഒരു 3 ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ 3 ഫോർമാറ്റും കമ്പൈൻ ചെയ്തുകൊണ്ട് മികച്ച വനിതാ താരത്തിനും മികച്ച പുരുഷ താരത്തിനും അവാർഡ് കൊടുക്കും. അതായത് 3 ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ഓവർ, ടെസ്റ്റ്, 2020, ഈ 3 നല്ല പ്രകടനം. ഇപ്പോൾ ഈ 2020 എന്ന് പറഞ്ഞാൽ 2020 മാത്രം മികച്ച പ്ലെയറാണ്. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിലെ മാത്രം മികച്ച പ്ലെയറാണ്. ഏകദിനം എന്ന് പറഞ്ഞാൽ ഏകദിനത്തിലെ മാത്രം മികച്ച പ്ലെയറാണ്. പക്ഷേ ഈ 3 ഫോർമാറ്റിലും മികച്ച പ്രകടനം. സോ അങ്ങനെയുള്ള പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പുരുഷ താരമാണ്
ജസ്പ്രീത് ബുംറ. ടെസ്റ്റിൽ മികച്ച താരമായിട്ടുള്ള ജസ്പ്രീത് ബുംറയാണ് ICCയുടെ കഴിഞ്ഞ വർഷത്തെ 2024 മികച്ച പുരുഷ ക്രിക്കറ്റർ എന്ന് പറയുന്നത്. എന്നാൽ വനിതകളിലാണെങ്കിൽ അമേലിയ കെറാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, കാരണം 3 ഫോർമാറ്റിലൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ്. സോ അതിൽ മികച്ച പ്ലെയറിനുള്ള അവാർഡ് കിട്ടിയത് ആർക്കാണ്? ന്യൂസിലൻഡുകാരിയായിട്ടുള്ള അമേലിയ കെറാണ്. അപ്പോൾ ഇങ്ങനെ സെലക്റ്റീവ് ആയിട്ട് പഠിക്കുക. ഈ 2 അവാർഡ്സ് നിങ്ങൾ ഇന്ത്യക്കാരാണെങ്കിലും അല്ലെങ്കിലും പഠിക്കണം. അവസാന 2 അവാർഡ്സ് നിങ്ങൾ ഇന്ത്യക്കാരാണെങ്കിലും അല്ലെങ്കിലും പഠിക്കണം. പിന്നെ ഇന്ത്യക്കാരാണെങ്കിൽ ഏത് അവാർഡും പഠിക്കേണ്ടി വരും. അത് 2020 ആയിക്കോട്ടെ, അസോസിയേറ്റ് ആയിക്കോട്ടെ, ഏകദിനമായിക്കോട്ടെ, ടെസ്റ്റ് ആയിക്കോട്ടെ. പിന്നെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിക്കുക. ഇതാണ് ഞാൻ സെലക്റ്റീവായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ 2024 നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ അവാർഡ് ഈ അടുത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ചിലപ്പം 2023 ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ 2023 ആണ് ഇനി പറയുന്നത്. അതിനു മുൻപ് നമ്മുടെ CSEB എക്സാമുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക്, ഓക്കെ, കോർപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട് അത്തരം ജോലി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ 3 മന്ത് 6 മന്തുമായി ബന്ധപ്പെട്ട ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് 3 മന്ത് ഡ്യൂറേഷനുള്ള കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 6 മന്ത് ഡ്യൂറേഷനുള്ള ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ഒരു ലെവൽ മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു അത്യാവശ്യം ഓക്കെ ആണ്, ഒരു 3 മന്ത് കൊണ്ടൊന്നും സെറ്റ് ആവാൻ പറ്റും എന്നുള്ള ആൾക്കാരാണെങ്കിൽ ആ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇനി അത്യാവശ്യം ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് കുറച്ച് ടൈം വേണം, പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ടൈം വേണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് 6 മന്തിൻ്റെ ബാച്ചിലും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്ത ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് കോഴ്സിനെ പറ്റിയും മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ 8921440580 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. സോ നെക്സ്റ്റ് ICC അവാർഡുകൾ 2023 കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, സോ ICC പുരുഷന്മാരുടെ 2020 പ്ലെയർ ഓഫ് ദി ഇയർ, അതായത് കഴിഞ്ഞ വർഷത്തെയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചതാണ്. ഈ ഇപ്പം നമ്മൾ 2023 അവാർഡ് 2024 തുടക്കത്തിൽ ജനുവരിയിലാണ് കൊടുക്കുക. 2024 അവാർഡ് 2025 തുടക്കത്തിലാണ് പറയുക. അപ്പോൾ 2023 പറയുമ്പോൾ 2024 ജനുവരിയിൽ പ്രഖ്യാപിച്ച അവാർഡാണ്. അവിടെ 2020 മികച്ച പ്ലെയർ സൂര്യകുമാർ യാദവ്. അപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളിൽ 2020 മികച്ച താരങ്ങളായത് ഇന്ത്യൻ താരങ്ങളാണ്. ഒന്ന് സൂര്യകുമാർ യാദവും മറ്റൊന്ന് കഴിഞ്ഞ തവണ പുരസ്കാരം ലഭിച്ച അർഷദീപ് സിംഗും. ഇനി മികച്ച എമർജിംഗ് പ്ലെയർ. ഈ എമർജിംഗ് പ്ലെയർ എന്ന് പറഞ്ഞാൽ രച്ചിൻ രവീന്ദ്ര, ന്യൂസിലൻഡുകാരനാണ്. പക്ഷെ നമ്മൾ പഠിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇന്ത്യൻ ടച്ച് ഉണ്ട്. രച്ചിൻ രവീന്ദ്രക്ക് എന്തുണ്ട്? ഒരു ഇന്ത്യൻ ടച്ച് ഉണ്ട്. അതിന് ഫാമിലിയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ടച്ച് ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ 2023 ICCയുടെ എമർജിംഗ് മെൻസ് പ്ലെയർ ഓഫ് ദി ഇയർ ആരാണ്? രച്ചിൻ രവീന്ദ്രയാണ്. ഇനി 2023 ICC പുരുഷ ഏകദിന ക്രിക്കറ്റർ ആരാണ്? വിരാട് കോഹ്ലിയാണ്. 2023 ICCയുടെ പുരുഷ ഏകദിന ക്രിക്കറ്ററാണ് വിരാട് കോഹ്ലി. അപ്പോൾ വിരാട് കോഹ്ലി എന്നാണ് 2023 മികച്ച ഏകദിനം 50 ഓവർ ക്രിക്കറ്റിലെ മികച്ച പുരുഷ താരമായിരുന്നു. പിന്നെ ഈ ഓൾ ഫോർമാറ്റും 2020 അതുപോലെ ടെസ്റ്റും ഏകദിനം കമ്പൈൻ ചെയ്തുകൊണ്ട് മികച്ച താരമാരായിരുന്നു നാറ്റ് സ്റ്റിവർ അല്ലെങ്കിൽ സ്കൈവർ ബ്രണ്ടും, അതുപോലെ തന്നെ പുരുഷന്മാരിലാണെങ്കിൽ പാറ്റ് കമിൻസ് ആണ് ഓസ്ട്രേലിയ. കൂടുതലായിട്ടും ഈ പുരുഷ താരങ്ങളെയാണ് അധികം ചോദിക്കാറുള്ളത്. അപ്പോൾ പുരുഷ മികച്ച താരമാരാണ്? പാറ്റ് കമിൻസ് ആണ്. വനിതകളിൽ ആരാണ്? നാറ്റ് സ്കൈവർ ബ്രണ്ടാണ്. ഓക്കെ ആണല്ലോ. സോ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെയും അതുപോലെ 2023 മികച്ച താരങ്ങൾക്കുള്ള പുരസ്കാരവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഈ ഒരു ജസ്പ്രീത് ബുംറ, അർഷദീപ് സിംഗ് തുടങ്ങിയ പ്ലെയേഴ്സിന്. അതും ഒരു ഇന്ത്യൻ താരമാണ് ICCയുടെ 2024 ഏറ്റവും മികച്ച താരം. സോ അതുകൊണ്ട് ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ. സോ നമുക്ക് എന്തായാലും ഇനി അടുത്തൊരു കണ്ടന്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിലേക്കും ഷെയർ ചെയ്യുക. പിന്നെ നിരന്തരം നമ്മുടെ ചാനൽ കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പിക്സ്, ഓക്കെ, നിങ്ങൾ ഏത് ടോപ്പിക്സാണ് കറണ്ട് അഫയേഴ്സിലെ ആവശ്യം, ആ ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.